അത്രയും മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഒരു മനുഷ്യനായിട്ട് ചിന്തിക്കുമ്പോൾ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതാ രേണുസുധിയുടെ ഫോട്ടോകളാണ്, പുറത്ത് വരുന്ന ഫോട്ടോകൾ. സോഷ്യൽ മീഡിയക്കകത്ത് ഇപ്പം എല്ലാ കമൻറ്റ് ബോക്സുകളിലും ഫേസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണാം. അക്ബറൊക്കെ പൊളിച്ചു. ആ കൂച്ചി മോൾക്ക് പറ്റിയ പേര് അതിൻ്റെ ഇടയിൽ ഇത്ത. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഈ സെറ്റപ്പ് കണ്ടിട്ട് അറിയാം, അപ്പം ഞാൻ സ്ഥിരം വീഡിയോ ചെയ്യുന്ന സെറ്റപ്പൊന്നുമല്ല. അത് ഇവിടുത്തെ ഒരു പറയേണ്ട കാര്യമല്ലെങ്കിൽ യാത്രയിലാണ്, അതുകൊണ്ടാണ് ഈ ഒരു അരണ്ട വെളിച്ചവും ഇതൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഒരുപാട് പേര് വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിട്ട് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. അതായത് സംഭവം നിങ്ങളെല്ലാവരും ഇന്ന് ബി കണ്ടവരാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് കാണിച്ചു തരാം. ഇന്ന് രേണുസുധിയെ, നമ്മുടെ കലാകാരൻ, ഗായകൻ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സും നല്ല ആര്യനോടൊക്കെ തുടക്കത്തിൽ വന്നപ്പോൾ നീ എന്ത് ഗ്ലാമറാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു നല്ല വ്യക്തിത്വത്തിനുടമ എന്നൊക്കെ വിചാരിച്ചിരുന്ന അദ്ദേഹം പുറത്തുള്ള, ഞാൻ പറഞ്ഞല്ലോ ഇനിയുള്ള ദിവസങ്ങളിൽ ആൾക്കാർ കുതിര കയറാനുള്ള ഒരു സംഭവമായിട്ട് മാറും നമ്മുടെ രേണുസുധി. അപ്പോൾ അവരെ അനുയോജ്യമായ പേരാണ് വിളിച്ചേക്കുന്നത്, സെപ്റ്റിക് ടാങ്ക്. എന്ന് വെച്ചാൽ എന്താ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞാൽ? മാലിന്യങ്ങൾ, നമ്മുടെ മനുഷ്യ മാലിന്യങ്ങൾ നിറയുന്ന സ്ഥലം, അതല്ലേ? അപ്പോൾ ആ മാലിന്യ കൂമ്പാരത്തിൻ്റെ ആ മാലിന്യമായിട്ട് മാറിയ ഒരു സ്ത്രീയാണ് അദ്ദേഹം ഇവിടെ സമൂഹത്തിന് മുമ്പിൽ വരച്ച് കാണിക്കാൻ ശ്രമിച്ചത്. ഇവരെ വെറുക്കുന്നവർക്ക് പോലും ചിലപ്പോൾ ഈ വാക്കുകൾ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞത് ഉചിതമായ വാക്ക് തന്നെ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വലിപ്പത്തിനാണ്. അതായത് ആ സ്ത്രീക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന വാക്ക്, ഇത്രയും നല്ല മനോഹരമായ വാക്ക് വിളിച്ചു കഴിഞ്ഞാൽ പുറത്ത് അക്ബറിന് ഫാൻസ് വിളി തുടങ്ങും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതിൻ്റെ ആഘോഷമാവും. രേണുവിനെ വെറുക്കുന്നവർ ഇത് പ്രചരിപ്പിക്കും. അങ്ങനെ ഒരു സംഭവമാണ്. മലയാളിക്കൊരു മനസ്സുണ്ട്. ഇപ്പം അവരോട് വെറുപ്പുള്ളവർക്ക് പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്രത്തോളം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത് എനിക്കറിയത്തില്ല. എങ്കിലും ആ വെറുപ്പ് അവിടെ കൊണ്ടും തീരുന്നില്ല. ഈ വീഡിയോ വന്ന കമൻറ്റ് ബോക്സ് നോക്കാം, ചേരുന്ന പേര് എന്നാണ്. അതായത് അവർക്കത് ചേരുന്ന പേരെന്നാണ്. നിങ്ങളുടെ ഈ രേണുസുധിക്ക് ഈ പേര് ചേരുന്നതാണെങ്കിൽ നിങ്ങൾ ഈ കമൻ്റ് ഒന്ന് ചെയ്യണേ. അങ്ങനെ പറയുന്നത് ആരായാലും തെറ്റാണ് എന്ന് പറയാം. എന്തോന്നറിയാം, ഒറ്റയ്ക്ക് സംസാരിക്കുന്നു പ്രാന്ത് മൂത്തു എന്നൊക്കെ ആൾക്കാർ കമൻ്റ് ഇടുന്നു. ഓക്കെ, ഞാനൊരു രേണു ഫാനല്ല, ആരെയും ഫാനല്ല. ബട്ട് ഈ ഒരു സെപ്റ്റിക് ടാങ്ക് എന്നൊരു അവർക്ക് കൊടുത്തത് ശരിയായില്ല എന്ന് പറയുന്നു. സോ എന്തായിരുന്നാലും അവരെ സെപ്റ്റിക് ടാങ്കിനോട് ഉപമിച്ചുകൊണ്ട് ആ ഒരു പദം അല്ലെങ്കിൽ ആ ഒരു സാധനം പേര് ചാർത്തി കൊടുത്ത അക്ബറിന് നല്ലത് വരട്ടെ. കാരണം ഇപ്പോൾ കുറേ അധികം ആൾക്കാർ പലയിടത്തും കമൻറ്റ് ചെയ്ത് ഞാൻ കാണുന്നുണ്ട്. അത് പറയേണ്ട, കേൾക്കേണ്ട, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് താല്പര്യം സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. എങ്കിലും ഞാൻ രേണുവിൻ്റെ PR ആണ്. ഇന്ന് വരെ സംസാരിച്ചിട്ടില്ലാത്ത, ഒരു മെസ്സേജ് കൊണ്ടുപോലും നേരിട്ടൊരു ബന്ധമില്ലാത്ത, അവർ നമ്മുടെ ചേട്ടൻ ഉണ്ടല്ലോ, പേരും മറന്നുപോയല്ലോ, നമ്മുടെ കാലിക്കറ്റിലുള്ള പുള്ളിക്കാരൻ്റെ കൂടെ മറ്റേ മെൻശില കൊണ്ടു മെനഞ്ഞതുപോലൊരു സുന്ദരി നിൻമണിമാരത്ത് കണ്ണുകൾ എന്തിനുടക്കി വലിക്കണ ചൂണ്ടകളായി ചാരത്ത്, ആ പാട്ടിൻ്റെ ഉപ്പിൻ കൈപ്പാണന്നീ കവിളത്ത് ഇപ്പോഴെന്തൊരു മധുരം ചുണ്ടത്ത് ചാന്ത് കുടഞ്ഞൊരു, അത് തന്നെ ആ വരിക്ക് വേണ്ടിയിട്ട് ഇത്രയും പാടിയത്. ആ പാട്ടിൻ്റെ ഒരു സംഭവം കണ്ടപ്പോൾ ഞാൻ അന്ന് കമൻറ്റ് ഇട്ടിരുന്നു, ഇപ്പോൾ വരും എല്ലാവരും കൂടെ സുധീരെ ഭാര്യ ഇത് കാണിക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട്. അന്ന് ഞാൻ സപ്പോർട്ട് ഇട്ട് ആ ഒരു കമൻറ്റ് ബോക്സിലിട്ടു. അതിനൊരു നന്ദി ഒരു കമൻറ്റ് തിരിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സുധി ചേട്ടൻ്റെ മകനായിട്ടുള്ള കിച്ചുവിൻ്റെ അടുത്ത് 1-2 തവണ കിച്ചുവുമായിട്ട് കോൺടാക്റ്റ് സംസാരിച്ചിട്ടുണ്ട്. അതല്ലാതെ എനിക്ക് ആ കുടുംബവുമായിട്ടോ അതിനകത്തുള്ള വ്യക്തികളായിട്ടോ ഒന്നും എനിക്കൊരു ബന്ധമില്ല. അവരെനിക്ക് PR തന്നിട്ടുണ്ട്. ഈ അത്താഴ ഭക്ഷണിക്കാരൻ, അത്രയും ബുദ്ധിമുട്ടിൽ നടക്കുന്ന അവർ എനിക്ക് PR തരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്ന് പറയുന്നത്, ഇനി അവരെന്നല്ല, ഇനി ആര് വന്ന് PR തരാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തേക്ക് വന്നാലും നിങ്ങളിൽ പല ആൾക്കാർക്കും പരിചയമുള്ള ഉണ്ടാവുമല്ലോ, ഒന്ന് ചോദിച്ചു നോക്കും അങ്ങനെയുള്ള ആളാണോ ഞാൻ പറയുന്നത്. ഗതികേടുകൊണ്ടാണ്, എങ്കിലും ഞാനാണ് ഇവരുടെ വലിയ PR എന്നൊക്കെയാണ് പറയുന്നവർ പറഞ്ഞോളൂ കേട്ടോ. വിമർശനങ്ങൾ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഇനിയും വിമർശിക്കൂ, തീർച്ചയായിട്ടും കരുത്തോടുകൂടി വിമർശിക്കൂ. ഞാൻ ഈ പണി തുടങ്ങിയിട്ട് കുറേ കാലമായതുകൊണ്ട് വിമർശനങ്ങളും തെറിവിളികളും ഈ ആക്രമണങ്ങളൊക്കെ കാണാത്ത ഒരാളോ ഒന്നുമല്ല. പിന്നെ അതിനെക്കാട്ടിലും വലിയ ജീവിത സമരത്തിൽ നിന്ന് വന്ന ഒരാളാണ്, അതുകൊണ്ട് അതൊന്നും വിഷയമല്ല. പക്ഷേ ഒരു സ്ത്രീയല്ല ആരും ആയിക്കോട്ടെ, ഇങ്ങനെയൊക്കെയുള്ള പദപ്രയോഗങ്ങൾ വിളിക്കുന്ന സമയത്ത് അതിനെ നമ്മൾ അംഗീകരിക്കുന്നെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ മാലിന്യം എത്ര മാത്രമാണ്. അതിന് മാത്രമേ എന്ത് തെറ്റാണ് ആ സ്ത്രീ ചെയ്തത് സമൂഹത്തിനോട് പറയൂ. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതൂ. രേണുസുധി ചെയ്ത തെറ്റ്
രേണുസുതി ചെയ്ത ഏറ്റവും വലിയ അപകടകരമായ തെറ്റുകൾ. അവർ ചതിച്ചിട്ടുണ്ടാവും. അവർ വീട് വെച്ചതിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്കെതിരെ അവർ റിയാക്ട് ചെയ്തത്, അവരുടെ നന്ദിയില്ലായ്മ, അവർ കാണിച്ചിട്ടുള്ള കുറേയധികം വായ്ത്താളം പെടൽ സോഷ്യൽ മീഡിയയിൽ കൂടെ, തോന്നിയതൊക്കെ വായിത്തെന്ന് വിളിച്ചു, ആൾക്കാരെ ട്രിഗർ ചെയ്തു. ഈ സാധനങ്ങളെല്ലാം ഞാൻ എൻ്റെ വീഡിയോ കൂടെ പറഞ്ഞിട്ടുള്ളതാണ്. കല്ലുകൾ ആൾക്കാർ ആവശ്യത്തിലധികം എറിഞ്ഞതുമാണ്. ആവശ്യത്തിലധികം കല്ലുകൾ എറിഞ്ഞിട്ടും ആ കല്ലെറിയിൽ ഇനി അവരെ കൊല്ലണമെന്നാണോ എന്നുള്ളത് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. ഇതുപോലെ നിങ്ങൾ ഒരാളാണ് ഇതുപോലെ ഏറ്റുവാങ്ങുന്നെങ്കിൽ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയൂ അല്ലേ? ഇതാ സോഷ്യൽ മീഡിയക്കകത്ത് കാണുന്ന രേണുസുതിയുടെ മുഖങ്ങളാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. സുധിച്ചേട്ട എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് ഈ റേസിസം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിദേശത്ത് ഫ്ലോയിഡിനെ, വില്യം ഫ്ലോയിഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് തോന്നുന്നു, കുറച്ച് നാളിന് മുമ്പ് അമേരിക്കൻ വംശജനായിട്ടുള്ള ഒരാളെ, ഒരു കറുത്ത വർഗ്ഗക്കാരനെ അവിടുത്തെ പോലീസ് നിഷ്കരുണം അദ്ദേഹത്തിനെ പിടികൂടിയിട്ട് ആ കഴുത്തിലേക്ക് കാല് കയറ്റി വെച്ചിട്ട് കൊന്നു. ഇതുപോലെ എത്രയോ ആൾക്കാർ റേസിസത്തിൻ്റെ പേരിൽ അഥവാ നിറത്തിൻ്റെ പേരിൽ കൊല്ലപ്പെടും. എന്തുകൊണ്ടാണ് രേണുസുതിയെ ആൾക്കാർ ഇങ്ങനെ കൂട്ടാക്രമണം ചെയ്യുന്നത്? ഇൻസ്റ്റഗ്രാം തുറന്നാലോ മറ്റുള്ള സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ തുറന്നാലോ ഇതിനെക്കാട്ടിലും 100 ഇരട്ടി കവച്ചു വയ്ക്കുന്ന രീതിയിൽ പറ്റിപ്പ്, വെട്ടിപ്പ്, വിസ കച്ചവടം, മറ്റത് മറിച്ച് നടക്കും, എന്തുമാത്രം നടക്കുന്നു. ആ ആൾക്കാർക്ക് ഇന്നും ഫാൻസ് ഉണ്ട്. നിങ്ങൾ ചിന്തിക്കണം. എന്തുകൊണ്ട് രേണുസുതി ചെയ്തിട്ടുള്ള തെറ്റുകളൊന്നും ഇവിടെ ആരും ഗ്ലോറിഫൈ ചെയ്യത്തില്ല. തെറ്റുകൾ തെറ്റ് തന്നെയാണ്. പക്ഷേ ആ തെറ്റുകൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം ഇന്ന് അവിടെ ഒരു ഗെയിമിൻ്റെ അകത്ത് നിൽക്കുന്നവരെ വീണ്ടും അതിൻ്റെ പേരിൽ ആക്രമിക്കേണ്ട കാര്യമുണ്ടോ? ഇത്രയും മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഒരു മനുഷ്യനായിട്ട് ചിന്തിക്കുമ്പോൾ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതാ രേണുസുതിയുടെ ഫോട്ടോകളാണ്, പുറത്ത് വരുന്ന ഫോട്ടോകൾ. സോഷ്യൽ മീഡിയക്കകത്ത് ഇപ്പം എല്ലാ കമൻറ്റ് ബോക്സുകളിലും ഫേസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണാം. ഒരു സ്ത്രീയെ ഇത്രമാത്രമൊക്കെ അപമാനിക്കാൻ ഇതിനു മുൻകാലങ്ങളിൽ ഒരുപാട് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് വന്നിട്ടുണ്ടല്ലോ. ഇതുപോലെ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ഫോട്ടോ ഇത്രത്തോളം മോശമാക്കി ചിത്രീകരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പറയും. ഇനി എൻ്റെ സുഹൃത്തും കൂടെ ആയിട്ടുള്ള മല്ലു ടോക്സ് രേവതിയുടെ കമൻറ്റ് ബോക്സ് നോക്കാം. അതിനകത്ത് അക്ബറൊക്കെ പൊളിച്ചു, മനസ്സിലാക്കണം, അക്ബറിനെ പുകഴ്ത്തി പറയുക. അക്ബറൊക്കെ പൊളിച്ചു. ചി മോൾക്ക് പറ്റിയ പേര്, അതിൻ്റെ ഇടയിൽ ഇത്തി ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ വായിച്ചു നോക്കും. മോൾക്ക് പറ്റിയ പേര് ആ തേവിടി ആ പാവം താജിക്കയുടെ ഭിന്നശേഷിയുള്ള മകനെ ആളെ വിട്ട് തല്ലി അയാൾക്കെതിരെ കേസും കൊടുത്തു. ഇത് എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് അറിയുന്നവർ പറയൂ. എനിക്ക് ഈ ഒരു വിഷയത്തിനെക്കുറിച്ച് അറിയത്തില്ല. അടിച്ചു എന്നും പിടിച്ചു എന്നൊക്കെ പറയുന്നൊരു കേസൊക്കെ നടത്തുന്നു ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തിട്ടുള്ള തെറ്റുകളൊന്നും തെറ്റല്ലാതാവത്തില്ല. നിങ്ങളും ഞാനും ചെയ്യുന്ന തെറ്റുകളും തെറ്റല്ലാതാവത്തില്ല. തെറ്റുകൾ തന്നെയാണ്. അത് രേണുസുതിക്ക് മാത്രമല്ല തെറ്റ്, നമ്മൾ ചെയ്താലും തെറ്റ് തന്നെയാണ്. തെറ്റുകൾ ആര് ചെയ്താലും തെറ്റാണ്. തെറ്റുകൾ എവിടെ ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റും? തെറ്റുകൾ തന്നെയാണ്. പക്ഷേ ആ തെറ്റുകൾക്ക് ഇത്രത്തോളം ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയത് ഇത് ഒരു രേണുസുതി മാത്രമാവണമെന്നുണ്ടോ? വേറെ ആരുമില്ലെന്നാണോ? പിന്നെ അടുത്തത്, അവർക്ക് പറ്റിയ പേര് തന്നെ സെപ്റ്റിക് ടാങ്ക്. ലവ് എന്താണ് വാ തുറന്ന എന്താണ് രേണുവിൻ്റെ ലവ് തുറന്ന രേണുവിൻ്റെ നാടകം കാണാം. സോ TV ആണ് ഉദ്ദേശിച്ചത്. സോ ഇറിറ്റേറ്റിംഗ്, ചുമ്മാ ക്യാമറ നോക്കി സംസാരിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്നു. എൻ്റെ താഴെ ഒരാൾ കമൻറ്റ് ഇട്ടിരിക്കുന്നു, നിങ്ങളുടെ എല്ലാം മനസ്സ് ഭയങ്കരം. സത്യം. ഇതിൽ എന്ത് പറയാനുണ്ട്? ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നന്മ മരമായി കളയും. മൂപ്പനിപ്പം നന്മ മരം കളി കളിക്കുകയാണല്ലോ. മൂപ്പൻ നന്മ മരം കളിയൊന്നുമല്ല. ഞാൻ എപ്പോഴും പറയുന്നു, എൻ്റെ എഴുത്തുകളിലൂടെ, ഞാൻ എഴുതുന്നതിലൂടെ, ഞാൻ പറയുന്നതിലൂടെ, ഞാൻ നേരിട്ട് സംസാരിക്കുന്നതിലൂടെ എപ്പോഴും ഞാൻ പറയുന്നത് സെൽഫ് പ്രൈസിങ്. ഞാൻ ആത്മരതി കൊണ്ട് നടക്കുന്ന ആളല്ല. അതായത് ഞാൻ എന്നെ തന്നെ വലിയ ആളെന്ന് പറയുന്ന ഒരാളല്ല. അഥവാ ഞാൻ വലിയ സംഭവമാണെന്ന് ലോകത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടില്ല എങ്കിൽ അത് ഞാൻ മാത്രമായിരിക്കും. കാണിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, എങ്കിലും കാണിച്ചു തരാം. താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം. ഇതിനകത്ത് ഇതെൻ്റെ ഈ ഇൻസ്റ്റഗ്രാമാണ്. ഇങ്ങനെ അസുരൻ, തെറ്റുകൾ ചെയ്യുന്നവൻ, സംഗീതവും എഴുത്തും ഭ്രാന്തായവൻ. ഞാൻ എഴുതുന്ന വരികൾ കിട്ടിക്കുന്ന പേര് ഭ്രാന്തൻ്റെ വരി എന്നാണ്. അപ്പം നിങ്ങളൊരു മാഡ് പേഴ്സണായിട്ട് കണ്ടാൽ മതി. ഒരു സ്ഥിരതയില്ലാത്ത, ബുദ്ധിയില്ലാത്ത, വിവരമില്ലാത്ത, സമൂഹത്തിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടില്ലാത്ത, വായനയില്ലാത്ത, എഴുത്തറിയാത്ത, മനുഷ്യൻ്റെ മനസ്സറിയാത്ത, എല്ലാവരെയും കൊലവിളിക്കുന്ന, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ അപമാനിക്കപ്പെടേണ്ട ഒരു സ്ത്രീയെ അപമാനിക്കാൻ വിട്ടുകൊടുക്കാത്ത, അങ്ങനെ കുറേ അധികം സംഭവങ്ങൾ ഞാൻ വിമർശിച്ചില്ലേ രേണുസുതിയെ? എൻ്റെ ചാനൽ പോയി നോക്കൂ, എത്ര വീഡിയോ ഉണ്ട്. ഇന്നലെ ഞാൻ ചിലപ്പോൾ അങ്ങനെ ആയിരുന്നിട്ടുണ്ടാവില്ല. ഒരാളെ വിമർശിച്ച് കഴിഞ്ഞാൽ പിന്നെ വിമർശനം മാത്രം, പിന്നെ അത് വിടത്തില്ല. അങ്ങനെ പിന്തുടർന്ന ഒരു പാത എനിക്ക് എൻ്റെ പാസ്റ്റിലുണ്ടായിരുന്നു.
അതിനെ നമ്മൾ വലിച്ചു കീറി വയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് എന്നെ കുറേ ആൾക്കാർ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാണിക്കുന്ന തെറ്റല്ലയോടോ. അന്ന് പക്ഷേ എൻ്റെ തലച്ചോറിൻ്റെ അകത്ത് ബുദ്ധി അത്രത്തോളം ഇല്ലാത്തതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ അറിയില്ലായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്തു, ഒരുപാട് നല്ല മനുഷ്യരെ കണ്ടു. അവർ പറഞ്ഞ ചില വഴികളുണ്ട്, ചില വാക്കുകളിലൂടെ മാത്രം പറഞ്ഞു തന്നപ്പോൾ കാര്യം മനസ്സിലായി എങ്ങോട്ടാണ് ഈ യാത്ര. എനിക്കിത്രേ പറയാനുള്ളൂ. കല്ലെറിയുന്നവർ കല്ലെറിയൂ. അവരെ കല്ലെറിയും തോറും അവിടെ സംഭവിക്കുന്നത് വേറൊന്നുമല്ല, രേണു വിരുദ്ധ വികാരം പുറത്തുണ്ടെന്നുള്ള കാഴ്ചപ്പാടിൽ അകത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന അക്ബർ അടക്കമുള്ള ആൾക്കാർക്ക്, പുറത്ത് രേണു വിരുദ്ധ വികാരം ഉണ്ടെന്ന് മനസ്സിൽ വെറുപ്പ് വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർക്കും ചിലപ്പോൾ ഈ സ്ത്രീ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉദിച്ചുയർന്നു വരും. അവർ കുറേയധികം ചതി ചെയ്തിട്ടുണ്ട്, വഞ്ചന ചെയ്തിട്ടുണ്ട്, പറ്റിച്ചിട്ടുണ്ട്, കടം വാങ്ങിച്ചിട്ടുണ്ട്, തെറി പറഞ്ഞിട്ടുണ്ട്, ട്രിഗർ ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. തെറ്റാണ്. അപ്പം നിങ്ങളാരും തെറ്റ് ചെയ്ത ആൾക്കാർക്ക് മാപ്പ് കൊടുക്കത്തില്ല? ആർക്കും മാപ്പ് കൊടുക്കത്തില്ല? നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പം നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ ഒരുപക്ഷെ നിങ്ങളെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും, തെറ്റ് ചെയ്യുന്ന ഒരാളുമായിരിക്കും. ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്യാതെ നന്മമരമല്ല. അതുകൊണ്ട് തന്നെ നന്മമരം എന്നെ എന്ത് അർത്ഥത്തിലാണ് വിളിക്കുന്നത് മനസ്സിലാവുന്നില്ല. വാക്കുകൾ കൊണ്ടാണോ? വാക്കുകൾ എന്നുള്ള സംഭവം എന്നൊക്കെ പറഞ്ഞാൽ അത് ഞാൻ ചെറുതാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. വായന കൂടിയതുകൊണ്ട് ചെറുതായിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ സ്വഭാവം ചെറുതായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഒന്നുമല്ല എന്നുള്ള തോന്നലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒന്നുമേ അല്ല എന്നുള്ള തോന്നലിൽ ഞാൻ എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം പിന്നെ അങ്ങനെയുള്ള ഞാൻ എന്തോ കാണിക്കണമെന്നാ? ടിപ്പറിൻ്റെ മുമ്പിൽ നിൽക്കുന്ന തവളയുടെ അത്ര മാത്രം പോലും ഇല്ലാത്ത ഒരാളെന്ന് മാത്രമാണ് ഞാൻ എന്നെക്കുറിച്ച് പോലും ചിന്തിക്കുന്നത്. പിന്നെ എന്താ ഞാൻ പറയുക അവരെക്കുറിച്ച്? സോ ഞാനൊന്നും പറയുന്നില്ല. കാലം എല്ലാം കാലം. ഇവരെ ഇനിയും കമൻറ്റ് ബോക്സിൽ തെറി വിളിക്കുന്നവർക്ക് തെറി അഭിഷേകം നടത്താം, എന്നെ മോശം പറയുന്നവർക്ക് മോശം പറയാം, ഒക്കെ നിങ്ങൾക്ക് ആവശ്യം പോലെ പറയാം. ഈ ചാനൽ ഇതിടാത്തതാണ് ഈ ഒരു വിഷയം. പക്ഷേ ഈ ഒരു വിഷയം അതൊരു ബിഗ് ബോസ് വിഷയമായിട്ട് മാത്രം മാറ്റാനൊന്നുള്ളതല്ല. ഒരു സ്ത്രീയെ അപമാനിക്കുന്നതിൻ്റെ അങ്ങേയറ്റം അപമാനിക്കുന്ന ആൾക്കാർ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്കിൻ്റെ അകത്തേക്കുള്ള ഒരു പോസ്റ്റുകളും മുഖങ്ങളിൽ അവരെ മുഖത്തിനേക്ക് മാറ്റം വരുത്തി ചെയ്യുന്ന പരിപാടികൾ നമ്പർ 1 ആയിട്ടുള്ള മലയാളികൾ തന്നെയാണ് ചെയ്യുന്നത്. ചിന്തിക്കണം. പാജി കേരളത്തിനെ ചൊറിഞ്ഞപ്പം എല്ലാവരും കൂടെ എടുത്തിട്ട് പാജി അലക്കി. 100% ലിറ്ററസി സാർ. ഇന്ന് അവർക്കെതിരെ കമൻ്റ് ഇടുന്നവർക്ക് 100% ലിറ്ററസിയിൽ വരുന്ന ആൾക്കാരാണ്. നിങ്ങളൊന്നും ഓർക്കണം, പുറത്ത് നിന്ന് രേണു സുധി ഹെയ്റ്റും കൊണ്ടാണ് അകത്ത് പോയത്. അവരെ സപ്പോർട്ട് ചെയ്യണമെന്നോ അവരെ താങ്ങി നിൽക്കണമെന്നുള്ളൊരു താല്പര്യം എനിക്കും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ആദ്യം മുതൽ ഇവർ ചിലപ്പോൾ വിമർശിച്ച് ഞാൻ തുടങ്ങിയേനെ. അതിന് മാറ്റം വന്നതും ചില കാരണങ്ങളുണ്ട് തന്നെയാണ്. ഓക്കെ, അതങ്ങനെ തന്നെയാണ്. ഇത്രയൊക്കെ തൽക്കാലം ഞാൻ പറയുന്നുള്ളൂ. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ഗൈസ്, ബൈ.